എം.വി. ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല, അത് കുറേ കൂടെ എളുപ്പമാണ്. ഈ കണ്ണൂർ പോലുള്ള സ്ഥലത്ത് കെ സുധാകരൻ മാറി എന്ന് കഴിഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി ഒക്കെ ഉണ്ടാവില്ല യു ഡി എഫിനെ സംബന്ധിച്ച്. ഇല്ല, യു ഡി എഫിൽ മത്സരിക്കാൻ ആളൊക്കെ ഉണ്ടല്ലോ പാർട്ടിക്കകത്ത്, അതൊന്നും പ്രശ്നമൊന്നുമില്ല. കെ ജയന്തൻ്റെ പേര് നിർദ്ദേശിച്ചു കെ.പി.സി.സി പ്രസിഡന്റ് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അല്ല, അതൊക്കെ തീരുമാനിക്കേണ്ട സ്ക്രീനിങ് കമ്മിറ്റിയില്ല. സ്ക്രീനിങ് കമ്മിറ്റിയാണ് എത്ര സിംഗിൾ നെയിമാണോ അതല്ല കൂടുതൽ പേരാണോ എന്ന് സ്ക്രീനിങ് കമ്മിറ്റി തീരുമാനിച്ച് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയാണ് ഫൈനലായിട്ട് തീരുമാനമെടുക്കുക. കാരണം സാധാരണ രീതിയിൽ കെ.പി.സി. പ്രസിഡന്റുമാർ മത്സരിച്ചിട്ടുണ്ട്, മാറി നിന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ മുല്ലപ്പള്ളി മാറിയിരുന്നു, എന്നാലും മുൻകാലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 1987 പത്മനാഭൻ വക്കീൽ കെ.പി.സി. പ്രസിഡൻ്റായിരുന്നപ്പോൾ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. 2011 രമേശ് ചെന്നിത്തല മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്കെ വൈസ് പ്രസിഡന്റുമാർക്ക് ചാർജ് കൊടുത്ത ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ സുധാകരന് മത്സരിക്കുന്നില്ല എന്നാണ് തീരുമാനം ഇതുവരെ അദ്ദേഹം പറഞ്ഞിരുന്നത്. പിന്നീടാണ് മത്സരിക്കാൻ തീരുമാനിച്ചത്. ഏതായാലും ഇപ്പോഴദ്ദേഹം തീരുമാനം എടുത്തിട്ടുള്ളത് മത്സരരംഗത്ത് മാറി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, യു ഡി എഫിന് വേണ്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ പക്ഷെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോക്കണം. കമ്മ്യൂണൽ ബാലൻസ് നോക്കണം. ഇപ്പോൾ ഈഴവ കമ്മ്യൂണിറ്റിയിലെ ഒരു റെപ്രസെൻറ്റേഷനാണ് കുറയുന്നത്, അപ്പോൾ അത് നൽകണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ മുസ്ലിം പ്രാതിനിധ്യം നൽകിയിരുന്നെങ്കിലും ആ സീറ്റ് തോറ്റുപോയി. അതുകൊണ്ടാണ് ഞങ്ങൾ രാജ്യസഭയിൽ ജബി മേത്ര പരിഗണിക്കാൻ കാരണം. പക്ഷെ എന്നാൽ ഈ 16 പേരിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാളുണ്ടാവണം. അതെല്ലാം നോക്കിക്കൊണ്ടാണ് ഇത് ഫൈനലൈസ് ചെയ്യുക. കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറിയാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. സുധാകരൻ തന്നെയല്ലേ അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി? സുധാകരൻ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥി തന്നെയാണ്. പിന്നെ എം.വി. ജയരാജനെ തോൽപ്പിക്കാൻ അല്പം ശക്തി കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും കുഴപ്പമില്ല, അത് കുറേ കൂടെ എളുപ്പമാണ്. ഒരു പരിചിത മുഖം, അറിയുന്ന മുഖം തന്നെ അവിടെ വേണമെന്നില്ലേ? ഉണ്ടാവും, അറിയുന്ന മുഖമല്ല, എല്ലാവരും പൊതുപ്രവർത്തകരൊക്കെ അറിയുന്നവർ തന്നെയല്ലേ, അപ്പോൾ അതാ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഏതായാലും സ്ഥാനാർത്ഥി നിർണയം മാർച്ച് 3-നപ്പുറം പോവില്ല. മാർച്ച് 3-നകം എനിക്ക് തോന്നുന്നു 2-ാം തീയതി തന്നെ ഫൈനലൈസ് ചെയ്യാൻ കഴിയും. അല്ല, അത് മുമ്പ് തന്നെ അതിൻ്റെ ഗ്യാസ് പോയി. അപ്പോൾ ഇതിൽ വേറെ കാര്യം കൂടെ നോക്കണം. ലോകായുക്ത ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്ക് അയച്ച എല്ലാ ബില്ലുകളും അവിടെ കെട്ടിക്കിടക്കുകയാണ്. പക്ഷേ ലോകായുക്തയുടെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായി. അത് ഞങ്ങൾ പറഞ്ഞ അന്തർധാരയാണ്. കേന്ദ്ര സർക്കാരാണ് രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യുന്നത്, രാഷ്ട്രപതി സ്വന്തം ഇഷ്ടത്തിന് എടുക്കുകയല്ല. കേന്ദ്ര സർക്കാർ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്തു, ഇതെടുക്കുന്നതിൽ വിരോധമില്ല, ഇത് നൽകുന്നതിൽ വിരോധമില്ല. അപ്പോൾ ഗവർണർക്ക് ഇപ്പോഴും നേരം വിളിച്ചായിട്ടില്ല. ഈ അന്തർധാരയൊന്നും മൂപ്പര് അറിയുന്നില്ല. മൂപ്പരിങ്ങനെ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ വിമർശിച്ചുകൊണ്ട് നടക്കുക. പക്ഷേ അന്തർധാരി അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ മറ്റേ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസിൽ വലിയ ആവേശം ഇപ്പോൾ കാണുന്നില്ലല്ലോ. 8 മാസം സമയമുണ്ട്, അത് കാര്യം വേറെ. വലിയ ആവേശം കാണുന്നില്ലല്ലോ. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്, അന്തർധാരയുടെ ഭാഗമാണ്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയാണെന്ന് കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയാണോ കേന്ദ്ര ഏജൻസികൾ പെരുമാറുക? അപ്പോൾ രാഷ്ട്രപതി ഗവർണർ ഒപ്പിടാതെ അയച്ച ഒരു ഫയൽ വളരെ ക്വിക്കായിട്ട് രാഷ്ട്രപതി ഒപ്പിട്ടയച്ചു. കാരണം രാഷ്ട്രപതിയോട് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇതിൽ ഒപ്പിടുന്നതിൽ വിരോധമില്ല. അപ്പോൾ പിന്നെ ലോകായുക്തയുടെ ഗ്യാസ് ആദ്യമേ പോയി. മുഖ്യമന്ത്രിയുടെ കേസിലെ വിധി വന്നപ്പോൾ തന്നെ ഈ അധികാരങ്ങളെല്ലാം ലോകായുക്ത കൊണ്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഇതിൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും അത് രണ്ടും ഒരേ തൂവൽ പക്ഷികളല്ലേ. നരേന്ദ്രമോദിയും പിണറായി വിജയനും അക്കാര്യത്തിൽ മത്സരിക്കുകയാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാരും സംഘിയായിട്ടുള്ള മത്സരം കാണുന്നതിലാണ്. ഇതിലാണ് ശരിക്കുള്ള മത്സരം. അഴിമതി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ രണ്ടുപേരും മത്സരിക്കുക. ഇത് എവിടെ വരെ ചെന്നെത്തും നോക്കാം. ഗവർണർ അപ്പോൾ ഒരു ടൂള് മാത്രമാണ്. ഗവർണർ ഇങ്ങനെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നുണ്ട്, മുഖ്യമന്ത്രി അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്.